ഹലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കുന്നത്? നമ്മുടെ ടാൻജന്റ് വെക്ടർ എന്താ നോക്കി. പിന്നെ നമ്മളൊരു പ്രപ്പോസിഷൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ടാൻജന്റ് വെക്ടർ കോൺസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് കർവ് എന്തായിരിക്കും പറഞ്ഞത്? ദാറ്റ് കർവ് വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ ഓർ പാർട്ട് ഓഫ് എ സ്ട്രേറ്റ് ലൈൻ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി. പിന്നെ കുറച്ച് പ്രോബ്ലംസ് നോക്കി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആർക്ക് ലെങ്ത്. ഓക്കെ, അപ്പൊ എഗെയിൻ നമുക്ക് ഒരു വെക്ടർ r raised to n ന്റെ ഒരു വെക്ടറിനെ നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? ദിസ് വെക്ടർ is denoted to be an n double ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. v1 v2 etc vn എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വെക്ടറിന്റെ ലെങ്ത് നമ്മൾ എങ്ങനെയാണ് നോൺ v കൊണ്ടാണ് ഈ വെക്ടറിന്റെ ലെങ്ത് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ v1 square root of v1 square plus v2 square plus etc plus vn square. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു വെക്ടറിന്റെ ലെങ്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ വെറുതെ ഒരു പോയിന്റ് തന്നു കഴിഞ്ഞാൽ എന്ത് ലെങ്ത് ഉള്ളത്? അപ്പൊ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? പൊസിഷൻ വെക്ടർ ആണ്. ജസ്റ്റ് നമുക്ക് ഈ ഒരു വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ വെക്ടറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമ്മൾ മീൻ ചെയ്യുന്നത് എന്താണ്? v എന്ന് പറയുന്നത് v1 v2 etc vn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഈ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്ക് വരുന്ന ആ വെക്ടറിനെയാണ് നമ്മൾ അവിടെ v കൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ കിട്ടുന്ന ലെങ്ത് ഓഫ് ദിസ് വെക്ടർ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? നോൺ v ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാൽ u v, ഇതൊരു വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട് u1 u2 etc അതേമാതിരി v1 v2 etc എന്നുള്ള ഫോമിൽ രണ്ട് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ്? norm of v minus u. ഇതാണ് നമ്മളുടെ ലെങ്ത്. norm of v minus u അത് തന്നെയാണ് norm of u minus v എന്ന് പറയുന്നത്. കാരണം norm ആയതുകൊണ്ട് നമുക്ക് അവിടെ എന്താ സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയേഴ്സ് ആണ് എടുക്കുക. അപ്പൊ നെഗറ്റീവ് ഒന്നും വരുന്നില്ല. v minus u ആയാലും u minus v ആയാലും നമുക്കത് ട്രൂ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ norm v minus u അല്ലെങ്കിൽ norm u minus v. അപ്പൊ ഇനി നമുക്ക് ഇത് വെക്ടറിന്റെ കാര്യം പറഞ്ഞു. ഇനി നമ്മുടെ കർവിലേക്ക് പോവാം. ഒരു കർവിന്റെ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ചെറിയ പൊസിഷനിൽ വരുന്ന നമ്മൾ കട്ട് ചെയ്യുന്നത് എന്താണോ അതിന്റെ ഇടയിൽ വരുന്ന ആ കർവിന്റെ ലെങ്ത് എത്രയോ എന്നതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഗാമ ഓഫ് ടി ആയി ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഇതല്ല ഗാമ ഓഫ് ടി ആയിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യാം. കർവിന്റെ പോയിന്റ് ആണ് അല്ലേ? കർവിന്റെ പോയിന്റ് ആണ് നമുക്ക് ഗാമ ഓഫ് ടി ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇത് ടി, ഇത് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് കൺസിഡർ ചെയ്യാം. അപ്പൊ ഇത് എന്ത് വരും? ഗാമ ഓഫ് ടി, ഈ പോയിന്റ് ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി അല്ലേ? ഈ പോയിന്റ് ഗാമ ഓഫ് ടി ആണ്, ഈ പോയിന്റ് ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്. ഇത് തമ്മിലുള്ള ഈ ചെറിയ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഡെൽറ്റ ടി ചെറുതാവും തോറും ഈ ഡെൽറ്റ ടി ചെറുതാവുമ്പോൾ ഡെൽറ്റ ടിനെ ഇങ്ങനെയും റെപ്രസെന്റ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഫോമിലേക്ക് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഡെൽറ്റ ടി ചെറുതാവും തോറും നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്ന ഡെൽറ്റ ടി എത്ര അടുത്തടുത്ത് കിടക്കുന്നു അതിന്റെ ഇടയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന കർവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ദാറ്റ് ഈസ് ഇത് ടോട്ടലി ഒരു കർവ്ഡ് സർഫസ് ആണ്. പക്ഷെ നമ്മൾ ഈ ഡെൽറ്റ ടി കുറച്ച് ഇതിന്റെ അടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് നമുക്ക് എന്തായിട്ടാ വരിക? ഈ രണ്ട് ഇതൊന്ന് ഇതിപ്പോ ഞാൻ പുതുതായി കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ഇടയിൽ വരുന്നത് ഇതാണ് ഡെൽറ്റ ടി ഡിസ്റ്റൻസ് എങ്കിൽ ഈ വരുന്ന കർവ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് അവിടെ ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പൊ ലെങ്ത് ഓഫ് ദാറ്റ് കർവ് എന്ന് പറയുന്നത് എങ്ങനെയായിട്ട് വന്നു? നമുക്കറിയാം ഈ ലൈൻ സെഗ്മെന്റിന്റെ ലെങ്ത് എന്ന് പറയുന്നത് അപ്പൊ എങ്ങനെയാണ് വരിക? അപ്പൊ നമ്മൾ പുതിയതായിട്ട് വന്നത് ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ലെങ്ത് ഈ രണ്ടിന്റെ ഇടയിലുള്ള ആ ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ വരും?
gamma of t plus delta t minus gamma of t. ഇതിന്റെ norm ആണ് നമ്മൾ എന്തായിട്ട് പറയാ length of that curve between these two points. Gamma of t plus delta t ഇടയിൽ വരുന്ന ആ curveന്റെ length എന്ന് പറയുന്നത് ഇതായിരിക്കും. When delta t tends to 0, ഈ delta t എന്ന് പറയുന്നത് നമ്മൾ അവിടെ ആണ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആണ്. When this delta t tends to 0, that is limit delta t tends to 0, ഇത് എന്തായിട്ട് മാറി നമുക്കറിയാം ഇതാണ് നമ്മുടെ അടുത്ത ടാൻജന്റ് വെക്റ്റർ ഗാമ ഡോട്ട് ഓഫ് ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിട്ട് പറയാം ഡെൽറ്റ ടി ചെറുതാവുന്നതോറും this value is almost equal to the tangent vector. Okay, tangent vector നോട് ഈക്വൽ ആയിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? this value, that is norm gamma of t plus delta t minus gamma of t is equal to delta t നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ gamma of t dt. dt എന്ന് വേണ്ട delta t എന്ന് എഴുതാം delta t. ഓക്കെ, അപ്പോൾ ഇതിനെ gamma of t ഈ ഫോമിലേക്ക് നമുക്ക് എഴുതാം gamma of t delta t. അപ്പോൾ നമുക്ക് length between these two points എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ norm gamma of t plus delta t minus gamma of t ആണ്. ഇത് നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ് tangent vector is equal to this form എന്നുള്ളത്. സോ നമുക്ക് എന്ത് പറയാം? this is equal to gamma dot of t delta t എന്നുള്ള ഫോമിലേക്ക് വരും. അതാണ് രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ ഉണ്ടാവുന്ന കർവിന്റെ ലെങ്ത്. അപ്പോൾ നമുക്ക് ആർബിട്രറി ആയിട്ട് ഏത് രണ്ട് പോയിന്റ്സ് തന്നു കഴിഞ്ഞാലും യു വിൽ സേ ദാറ്റ് ആർക്ക് ലെങ്തിനെ നമ്മൾ s of t വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, this s of t is equal to integral t naught to t norm gamma dot of u d. s of t is equal to okay, s of t is equal to integral t naught t norm gamma dot of u d. okay, ഇതിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ കർവ് is denoted to be gamma of t naught. നമ്മുടെ കർവിന്റെ സ്റ്റാർട്ടിംഗ് കാരണം നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഈ കർവിൽ നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് ഇത് വരയ്ക്കാം. നമ്മൾ ഇങ്ങനെയായിരുന്നു ഇത് ഗാമ ഓഫ് ടി നെ റെപ്രസെന്റ് ചെയ്യുന്നതായിരുന്നു, ഇത് ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി നെ. ഓക്കെ, ഇനി നമ്മൾ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ട സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ഗാമ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഗാമ ഓഫ് ടി നോട്ടും അതേമാതിരി പിന്നെ ഗാമ ഓഫ് ടി വരെ നമുക്ക് അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് വേണ്ടതാണെന്നുണ്ടെങ്കിൽ gamma of t naught ലാണ് കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. സോ കറസ്പോണ്ടിംഗ്ലി ഇപ്പോ t യുടെ വാല്യൂസ് എന്ന് പറയുന്നത് t naught മുതൽ നമ്മൾ t വരെ വേരി ചെയ്യും. സോ arc length is defined to be s of t is equal to integral t naught to t norm gamma dot of u du, where gamma of t naught is the starting point of the given curve. Okay, then നമ്മൾ ഇവിടെ gamma of u du നമുക്ക് അറിയാം വേരിയബിൾസ് ആണ്. സോ വേരിയബിൾസിനെ നെയിമിനെ റെപ്രസെന്റ് ചെയ്തിട്ടൊന്നുമല്ല, നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ t ക്ക് പകരം നമ്മൾ അതിനെ u എന്നുള്ള പേര് കൊടുത്തു എന്ന് മാത്രം അവിടെ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് ശരി ക്ലിയർ അല്ലേ? arc length of a given curve gamma ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദാറ്റ് curve is gamma of t naught ആണ്. അങ്ങനെയാണെങ്കിൽ this arc length is a function denoted by s of t, and this s of t is equal to integral t naught to t norm gamma dot of u du. ഓക്കെ, ക്ലിയർ ആണോ? ഫൈൻ. ഇനി അതിന്റെ കുറച്ച് നമുക്ക് റിമാർക്സ് എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് എന്നുള്ളത് നോക്കാം. ആർക്ക് ലെങ്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. എന്താണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് എസ് ഓഫ് ഗാമയല്ല എസ് ആണ്, കാരണം ആർക്ക് ലെങ്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ എസ് ഓഫ് ടി നോട്ട് വിൽ ബി ഈക്വൽ ടു 0. കാരണം എന്താണ്? അത് സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ആർക്ക് ലെങ്ത്. സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും മൂവേ ചെയ്തിട്ടില്ല, കർവ് തുടങ്ങിയിട്ടേ ഉള്ളൂ. സോ ലെങ്ത് ഓഫ് ദാറ്റ് കർവ് വിൽ ബി 0 considering the starting point. So s of t naught will be s of t naught is always equal to 0. Okay, then
നമ്മൾ ഇവിടെ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ടി നോട്ട് എന്ന് പറയുന്ന പോയിന്റ് ആയിരുന്നു. നമ്മൾ ടി നോട്ട് മാറ്റിയിട്ട് ടി നോട്ട് ഡാഷ് എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇനീഷ്യൽ പോയിന്റ്. ടി നോട്ടിന് പകരം ടി നോട്ട് ടിൽഡ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ടി നോട്ട് ടിൽഡ എന്ന് പറഞ്ഞ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ദാറ്റ് കർവ് എങ്ങനെ വരും? നമുക്ക് ഗാമ ഓഫ് ടി നോട്ട് ടിൽഡ ആയിട്ട് വരും. ടി നോട്ട് നമ്മൾ നമ്മുടെ വേരിയബിളിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്. അതായത് ടി നോട്ടിൽ നിന്നേ കർവ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. സോ കർവിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഗാമ ഓഫ് ടി നോട്ട് ടിൽഡ ആണ്. ഗാമ ഓഫ് ടി നോട്ട് ടിൽഡ ആണ് എന്നുണ്ടെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്ക് ലെങ്ത് നമ്മൾ എസ് ടിൽഡ ഓഫ് ടി നോട്ട് എന്ന് വേണം, എസ് ടിൽഡ എന്ന് കൺസിഡർ ചെയ്യും. കാരണം ഇതിന് കറസ്പോണ്ടിങ് ആണല്ലോ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്ക് ലെങ്ത് നമ്മൾ എസ് ടിൽഡ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ this will differ from s. s ൽ നിന്ന് ഒരു കോൺസ്റ്റന്റ് വേരിയേഷനിലായിരിക്കും ഈ എസ് ടിൽഡ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ എസ് ടിൽഡ ഇത് വേറെയാണ്. നമ്മൾ ടി നോട്ട് ഇനീഷ്യൽ പോയിന്റ് മാറ്റി ടി നോട്ട് ടിൽഡ ആക്കി കഴിഞ്ഞാൽ ഈ പുതിയ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് ഗാമ ഓഫ് ടി നോട്ടിന് പകരം ഗാമ ഓഫ് ടി നോട്ട് ടിൽഡ ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പുതിയ ആർക്ക് ലെങ്ത് എസ് ടിൽഡ എന്ന് പറയുന്നത് ആദ്യം ഉണ്ടായിരുന്ന എസിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസിലായിരിക്കും. ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. നമുക്ക് ഡിഫറൻസ് വരുന്നത്. ആ കോൺസ്റ്റന്റ് എന്താണെന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്റഗ്രൽ ടി നോട്ട് ടി ഗാമ ഓഫ് ടി നോട്ട് ഡി ടി അല്ലെ, ഗാമ ഓഫ് ടി നോട്ട് അല്ല, ഗാമ ഓഫ് ടി ഡി ടി ഇതല്ലേ എസ് ഓഫ് ടിയുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? നോം ഗാമ ഓഫ് യു ഡി യു എന്നുള്ള ഫോം വരും. ഇത് നമുക്കറിയാം this is equal to integral t naught to t naught ടിൽഡ. പുതിയതാണല്ലോ, അപ്പൊ അത് എത്ര വേണമെങ്കിലും താഴേക്കാണെങ്കിലും ടി നോട്ടിന് താഴെയാണെങ്കിലും ടി നോട്ടിന്റെ മുകളിലാണെങ്കിലും നമുക്ക് ടി നോട്ട് ടിൽഡ വരെ ആദ്യം സെപ്പറേറ്റ് ചെയ്യാം. നോം ഗാമ ഡോട്ട് ഓഫ് യു ഡി യു പ്ലസ് ഇന്റഗ്രൽ എന്ത് ഫോമിലേക്ക് വരും? ഇത് ടി നോട്ടിൽ നിന്ന് ടി നോട്ട് ടിൽഡ വരെ പോകും. സോ ടി നോട്ട് ടിൽഡ ടു ഡി നോം ഗാമ ഡോട്ട് ഓഫ് യു ഡി യു. അപ്പൊ ഇതെന്താണ് നമ്മുടെ? this is s. so s is equal to this is a constant. കാരണം ടി നോട്ട് ടിൽഡ എന്ന് പറയുന്ന അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഫൈനൈറ്റ് ആണ്. സോ ബൗണ്ടഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ this will be a constant. so this c പ്ലസ് ഇതെന്താണ്? ടി നോട്ട് ടിൽഡയിൽ നിന്ന് ടി വരെയാണ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് നമ്മൾ ആദ്യം എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എസ് ടിൽഡ. സോ ദിസ് എസ് ടിൽഡ will differ from s by a constant c. that constant is integral t naught to t naught tilde norm gamma dot of u du. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ആർക്ക് ലെങ്ത് എന്താ നോക്കി. ആർക്ക് ലെങ്ത് ഫസ്റ്റ് പറഞ്ഞത് സ്റ്റാർട്ടിംഗ് പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടാവുന്ന ആർക്ക് ലെങ്ത് will be always c. then initial point നമ്മൾ ടിയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡിപെൻഡന്റ് വേരിയബിളിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് നമ്മൾ ടി നോട്ടിന് പകരം ടി നോട്ട് ടിൽഡ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ the new arc length s tilde will vary from the original arc length s by a constant integral t naught tilde norm gamma dot of u du. okay ഇനി നെക്സ്റ്റ് ആർക്ക് ലെങ്ത് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യബിൾ ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് എങ്ങനെ വരും? ആർക്ക് ലെങ്ത് ഡിഫറൻഷ്യബിൾ ആണ്. എസ് നമ്മൾ ആർക്ക് ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ ആർക്ക് ലെങ്ത് നമ്മൾ എസ് വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. എസ് വെച്ചിട്ടാണ്. അപ്പൊ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എസ് ബൈ ഡി ടി. ds by dt എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? d by dt of s of t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. so integral t naught to t norm gamma dot of u d അല്ലേ? അപ്പൊ ഇതെന്താ വരിക? ഇന്റഗ്രൽ ആണ്. അതിന്റെ ഡിഫറൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ this will be equal to norm gamma of u.
അപ്പോൾ s എന്ന് പറയുന്ന arc length is always a differentiable function because നമ്മൾ arc length ഡിഫറൻഷിയേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും length of that curve. Length of that curve കാരണം norm gamma dot of u എന്ന് പറയുന്ന ആ പൊസിഷൻ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടാൻജന്റ് വെക്ടർ ആണ് ഗാമ ഡോട്ട്. അതിനെ ഇന്റഗ്രൽ അല്ല അതിന്റെ നോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ആ പോയിന്റിൽ ഉണ്ടാകുന്ന പൊസിഷൻ വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെങ്ത് ആണ്. പൊസിഷൻ വെക്ടറിന് കറസ്പോണ്ടിങ് ലെങ്ത് ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മളിപ്പോ എന്താ പറയുന്നത്? എസ് എന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് എന്താ നോക്കി. ആർക്ക് ലെങ്ത് മൂന്ന് കണ്ടീഷൻസ്. ഇനീഷ്യൽ പോയിന്റിൽ ആർക്ക് ലെങ്ത് വിൽ ബി ഓൾവേസ് ഈക്വൽ ടു 0. ടി നോട്ട് എന്ന് പറയുന്ന ഇനീഷ്യൽ പോയിന്റ് നമ്മൾ ഇനീഷ്യൽ പോയിന്റ് ഓഫ് ദ കർവ് അല്ല, നമ്മുടെ ഇൻഡിപെൻഡന്റ് വെക്ടറിന്റെ സ്റ്റാർട്ടിംഗ് ഏറ്റവും മിനിമം വാല്യൂ നമ്മൾ മാറ്റി ടി നോട്ട് വരെ ടി നോട്ട് ടിൽഡെ ആക്കി കഴിഞ്ഞാൽ initial point of the curve will change and it will be changed to gamma of t naught tilde and corresponding arc length we are denoting it by s tilde. Then this s tilde will differ from the original arc length s by a constancy. That constant is integral t naught tilde norm gamma dot of t. Okay, then third point is arc length is always differentiable. അല്ലെങ്കിൽ arc length is a differentiable function. And when we differentiate the arc length, we will get norm gamma dot of u. Norm gamma dot of u. Okay. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു ലോഗരിതമിക് സ്പൈറൽ ആണ് നമുക്ക് തരുന്നത്. നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആർക്ക് ലെങ്ത് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോ ലോഗരിതമിക് സ്പൈറൽ ആണ്. ലോഗരിതമിക് സ്പൈറൽ നമുക്ക് ഗാമ ഓഫ് ടി ഈസ് ഈക്വൽ ടു e raised to kt cos t, e raised to kt sin t. ഇതാണ് ഒരു ലോഗരിതമിക് സ്പൈറലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. ഇവിടെ k is not equal to 0, നോൺ സീറോ ആയിട്ടുള്ള ഒരു കോൺസ്റ്റന്റ് ആണ് k എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിന്റെ ആർക്ക് ലെങ്ത് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പൊ ആദ്യം എന്ത് വേണം? ഗാമ ഡോട്ട് ഓഫ് ടി വേണം. ഗാമ ഡോട്ട് ഓഫ് ടി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ അല്ല സോറി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് e raised to kt into minus sin t plus k e raised to kt cos t, comma then varum e raised to kt cos t minus k e raised to kt sin t minus alla plus. So this is equal to e raised to kt എല്ലാത്തിലും കോമൺ ഉണ്ട്. സോ നമുക്ക് പുറത്തേക്ക് എടുക്കാം. e raised to kt into k cos t minus sin t, comma ഇവിടെ എടുക്കുമ്പോൾ എന്ത് വരും? k sin t plus cos t. ഓക്കെ, ഇനി എന്താണ് നമുക്ക് ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കാൻ നെക്സ്റ്റ് വേണ്ടത് നോം ഗാമ ഡോട്ട് വേണം. അപ്പോൾ നോം ഗാമ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? This is equal to root of e raised to kt ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? k cos square t plus അല്ല പ്ലസ് അല്ല മൈനസ് അല്ലേ വരിക? minus 2k cos t sin t plus sin square t plus ഇതിന്റെ സ്ക്വയർ, that is k square sin square t plus 2k sin t cos t plus cos square t. അപ്പോൾ നമുക്ക് sin സ്ക്വയറും cos സ്ക്വയറും k സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിൽ കോമൺ ആണ്. അതേമാതിരി തന്നെ ഫോർത്ത് ടേമിലും k സ്ക്വയർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? This is equal to square root of e raised to 2kt into നമ്മുടെ k സ്ക്വയർ എഴുതാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടിൽ നിന്നും k സ്ക്വയർ കോമൺ എടുത്തു കഴിഞ്ഞാൽ k സ്ക്വയർ into cos സ്ക്വയർ plus sin സ്ക്വയർ 1. അപ്പോൾ k സ്ക്വയർ ഈ 2k cos t sin t യും ഇവിടെ മൈനസ് ആണ് ഇവിടെ പ്ലസ് ആണ്. സോ രണ്ട് ക്യാൻസൽ ആയി.
ഇനി സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഇ റേസ് ടു കെ ടി ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 1 എന്നുള്ള ഫോമിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? നോം ഗാമ ഡോട്ടിന്റെ ഇന്റഗ്രൽ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ, അല്ലെ? കാരണം എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ തന്നിട്ടുള്ള ലോഗരിതമിക് സ്പൈറലിന്റെ ആർക്ക് ലെങ്ത് വേണം. ആർക്ക് ലെങ്ത്തിന്റെ ആ ഫംഗ്ഷൻ അത് വേണം കണ്ടുപിടിക്കാൻ. എസ് ഓഫ് ടി വേണം കണ്ടുപിടിക്കാൻ. അതായത് നമുക്ക് ഈ തന്നിട്ടുള്ള ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് ടി നോട്ട് മുതൽ ടി വരെയാണ്. അപ്പൊ ടി നോട്ട് എന്ന് പറയുന്ന വാല്യൂ എന്താണ്? ഇനീഷ്യൽ പോയിന്റ്. ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് അവിടൊന്നും തന്നിട്ടില്ല, നമുക്ക് പ്രോബ്ലത്തിൽ പൊതുവെ തരും. തന്നിട്ടില്ലെങ്കിൽ നമുക്കത് 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇനീഷ്യൽ പോയിന്റ് ടി നോട്ട് ഇസ് ഈക്വൽ ടു 0 ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു, ഇത് എസ് ആണ്, എസ് ഓഫ് ടി ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ടി നോട്ട് ടു ടി, ദാറ്റ് ഇസ് 0 ടു ടി, നോം ഗാമ ഡോട്ട് ഓഫ് ടു ടി, ദാറ്റ് ഇസ് ഇ റേസ് ടു ഇനി ഇ റേസ് ടു 2kt എന്ന് പറയുന്നതിനെ സ്ക്വയറിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്താ കിട്ടുക? ഇ റേസ് ടു കെ ടി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം അല്ലേ? അപ്പൊ സ്ക്വയറിന്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഇ റേസ് ടു കെ ടി ആയിട്ട് മാറും. അപ്പൊ നമ്മൾ ഇൻ ടേംസ് ഓഫ് യു ആണ് എഴുതുന്നത്. സോ ഇ റേസ് ടു കെ യു ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 1 ഡി യു, അല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് കോൺസ്റ്റന്റ് ആണ് പുറത്തേക്ക് എടുക്കാം, റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 1 into ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to ku by u from 0 to t. ഇങ്ങനെയല്ലേ വരിക e raised to ku നെ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത്? ഓക്കെ, അപ്പോ എന്ത് ഫോം വരും? റൂട്ട് ഓഫ് കെ സ്ക്വയർ പ്ലസ് 1. സോറി, ഇവിടെ യു അല്ല, മാറ്റി. K. അപ്പൊ എന്ത് വരും? This is equal to root of k square plus 1 by k. എന്താ വരിക? root of k square plus 1k into e raised to kt minus e raised to 0. This is equal to root of k square plus 1 by k into e raised to kt minus 1. ഇതാണോ പറയുന്നത്? Yes, e raised to k square root of k square plus 1 by k into e raised to kt minus 1. Okay, fine. അപ്പോ ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത വീഡിയോയിൽ നോക്കാം. താങ്ക് യു.